ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ടോപ്പിക്കിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണയായി വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്നും കിട്ടുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ എന്തൊക്കെ ഉപയോഗങ്ങളുണ്ടാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അതായത് നമുക്ക് സുലഭമായി ലഭിക്കുന്ന 2-3 വസ്തുക്കൾ ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ചുക്കാണ്. ചുക്ക് ഉപയോഗിച്ച് വെള്ളം തിളച്ച് കുടിക്കുന്നത് നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഇഷ്യൂസിനും ഇല്ലെങ്കിൽ എന്തെങ്കിലും വോമിറ്റിംഗ് ടെൻഡൻസി പോലെ തോന്നുന്ന കണ്ടീഷനുകൾക്ക് വളരെ നല്ലതാണ്. ബിപിയോ ഷുഗറോ ഒരുപാടുള്ളവർ ഇത് തിളപ്പിച്ച് കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുടിക്കാതിരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം മാത്രം അത് കുടിക്കാനായി നോക്കുക. അതുപോലെ മല്ലി ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. ഇതും നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും നമുക്ക് രുചി വർദ്ധിപ്പിക്കാനും നമ്മുടെ മറ്റു ഗ്യാസ് ഇഷ്യൂസിനും വളരെ ഉപയോഗപ്രദമാണ്. അതുപോലെ തന്നെ സ്കിന്നിനും നമ്മുടെ ഗട്ട്, അതായത് നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്തിനും ചില റിസർച്ചുകളിൽ ഡയബറ്റീസിനും നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഡയബറ്റീസിൻ്റെ കാര്യം കൃത്യമായി രേഖകളൊന്നുമില്ല. അതുപോലെ ജീരകം ഉപയോഗിച്ച് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. ജീരകത്തിന് നമ്മൾ ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം ആ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഡൈജഷനും നമ്മുടെ നല്ലൊരു ദാഹശമനിയുമാണ് ജീരകം എന്ന് പറയുന്നത്. ചില വാത കണ്ടീഷൻസ്, അതായത് ഗ്യാസ് കൊണ്ടുള്ള പ്രോബ്ലംസ്, ഗ്യാസ് കൊണ്ടുള്ള പെയിൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ലഘു പഞ്ചമൂലവും ദശമൂലവും ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. അത് തുടർന്നുള്ള വീഡിയോ വിശദമായി പറയാവുന്നതാണ്. അതുപോലെ ചില പിത്ത കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ഒരുപാട് പിത്ത കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ചൂട് തോന്നുന്നത്, നമ്മൾ എത്ര വെള്ളം കുടിച്ചാൽ നമുക്ക് ദാഹം തീരാത്തത് പോലെ തോന്നുക, എപ്പോഴും തണുപ്പിനോട് ഒരു തണുപ്പ് എപ്പോഴും വേണമെന്ന് പോലെ ഫീൽ ആവുക, അതൊക്കെ പിത്തത്തിൻ്റെ ക്വാളിറ്റീസാണ്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ സാൻഡൽവുഡ്, അതായത് ചന്ദനത്തിൻ്റെ തടി ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ തടി ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ റെഡ് സാൻഡൽവുഡും അവൈലബിൾ ആണ്. അതുപയോഗിച്ചും വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. അതുപോലെ ഏറ്റവും കൂളിംഗ് ആയിട്ടുള്ള ശീതവീര്യമുള്ള ഒന്നാണ് നമ്മുടെ നന്നാരി എന്ന് പറയുന്നത്. അപ്പോൾ നന്നാരി ഉപയോഗിച്ചും വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. കഫ കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ആഹാരം കഴിയുമ്പോൾ ഹെവിനെസ് ഫീൽ ചെയ്യുക, ഡൈജഷൻ സ്ലോ ആയിട്ട് നടക്കുക, അങ്ങനെയുള്ള കണ്ടീഷനുകളിലും നമുക്ക് മല്ലിയും ചുക്കും ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. ഇനി വെള്ളം എത്ര അളവിൽ എപ്പോൾ എങ്ങനെ കുടിക്കുന്നതിനെക്കുറിച്ചും കൂടി ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് സാധാരണ ഒരു മനുഷ്യന് 6 മുതൽ 10 ഗ്ലാസ് വെള്ളം വരെ കുടിക്കേണ്ടതായിട്ടുണ്ട്. അത് 2 ആഹാരങ്ങൾക്കിടയിൽ കുടിക്കുകയാണെങ്കിൽ അത് ഉത്തമമായിരിക്കും. അതുകൊണ്ട് അതങ്ങനെ കുടിക്കാനായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരങ്ങൾക്ക് ശേഷം ഒരുപാട് വെള്ളം കുടിക്കാതിരിക്കുക. നമ്മുടെ ദാഹത്തിനനുസരിച്ച് മാത്രം വെള്ളം കുടിക്കുക. പ്രത്യേകമായും ലാസ്റ്റ് ഭക്ഷണം സപ്പർ കഴിച്ചതിന് ശേഷം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം നമ്മൾ വെള്ളം കുടിക്കുന്നതായിരിക്കും ഉത്തമം. ഇല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നമ്മൾ യൂറിൻ പാസ് ചെയ്യേണ്ടതായ ടെൻഡൻസി ഉണ്ടാകുന്ന കാരണം നമ്മുടെ ഉറക്കത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.